അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ അമ്മ നിങ്ങൾക്ക് റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിപ്പിച്ചു തന്നു, അതേപോലെ തന്നെ അതിലെ ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. സോ ഇന്ന് നമ്മൾ അതിൻ്റെ വാലും തുമ്പും എന്ന രീതിയിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ദർ ആർ 3 പ്രോപ്പർട്ടീസ് അഗെയിൻ റിമൈനിങ് അണ്ടർ റാഷണൽ നമ്പേഴ്സ്. അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഈ 3 പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിസ് ഈസ് മൈ അജണ്ട ഫോർ ടുഡേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് തുടങ്ങുന്നത്. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് a plus b is equal to b plus a is equal to c. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അഡീഷൻ ഓപ്പറേഷൻ അഡീഷൻ ഓപ്പറേഷനിലാണ് ഈ ജനറലൈസ്ഡ് ഫോം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡീഷൻ ഓപ്പറേഷനിൽ 2 ഹോൾ നമ്പേഴ്സ്, വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എക്സാമ്പിൾ ഓഫ് ഹോൾ നമ്പേഴ്സ്. 2 ഹോൾ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 നമ്പേഴ്സ് എടുക്കുവാണ്, 2 and 3. അപ്പോൾ 2 plus 3 you all get an answer, that's 5 അല്ലേ. ഇനി ഈ 2 ഹോൾ നമ്പേഴ്സ് ഞാൻ ഇന്റർചേഞ്ച് ചെയ്തിടാൻ പോവാണ് ഈ ഓപ്പറേഷനിൽ. that is 3 plus 2. what will be the answer? Same 5. so ഈ 2 നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ that means these 2 whole numbers under addition operation it satisfies commutative property. Pretty simple. ഇതാണ് commutative property. so ഇനി അടുത്തത് let's check what happens with subtraction. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് subtractionൽ it don't satisfies. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന്. ഇത് പ്രിറ്റി സിമ്പിൾ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫുൾ ഇന്റർചേഞ്ചിങ് ആണ്. നമ്മൾ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 ഡിജിറ്റ്സ് അതിൻ്റെ ഓപ്പറേഷനിൽ വെച്ചിട്ട് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് സെയിം ആൻസർ ആണോ തരുന്നത് എന്ന് നോക്കുക. സെയിം ആൻസർ അല്ല തരുന്നതെങ്കിൽ ഇറ്റ് ഡോണ്ട് സാറ്റിസ്ഫൈ, ദാറ്റ് ഓപ്പറേഷൻ ഡസ് നോട്ട് സാറ്റിസ്ഫൈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതാണ് ഇതിൻ്റെ ജനറലൈസ്ഡ് ഫോം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ പറയാം നമുക്ക്. സോ സബ്ട്രാക്ഷൻ ആണെങ്കിൽ തന്നെ ഈ സെയിം നമ്പേഴ്സ് എടുക്കുകയാണ്, 3 minus 2 എങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1 കിട്ടും അല്ലേ. ഇനി ഞാനത് ഇന്റർചേഞ്ച് ചെയ്തിടാൻ പോവാണ്, 2 minus 3. 2 minus 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1 തന്നെ കിട്ടുകയാണെങ്കിൽ 1 തന്നെ ആയിരിക്കണം. അന്ന് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ 2 ഹോൾ നമ്പേഴ്സിനെ വെക്കുമ്പോൾ. പക്ഷേ ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഡോണ്ട് സാറ്റിസ്ഫൈ. സോ 2 minus 3 നമുക്ക് ഒരിക്കലും 1 കിട്ടില്ല, ഇറ്റ്സ് -1. ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ഇൻറ്റിജറും ഇവിടെ ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ആണ് കിട്ടുന്നത്. 1 is not equal to -1. അപ്പോൾ അതിൻ്റെ അർത്ഥം under subtraction these 2 whole numbers don't satisfy commutative property. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ഇറ്റ് സാറ്റിസ്ഫൈസ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടേബിൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2 3s are എന്ന് പഠിക്കുമ്പോൾ അത് 6 ആണ്. നിങ്ങൾ 3ന്റെ ടേബിൾ പഠിക്കുമ്പോൾ 3 2s are 2 3s are 3 2s are സെയിം ഇറ്റ് ഈസ് ഈക്വൽ ടു 6. അത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് ചെയ്യാൻ പോകണം. അതാണ് മൾട്ടിപ്ലിക്കേഷനിലെ ജനറലൈസ്ഡ് ഫോം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലെ. 2 into 3 is equal to 6. 3 into 2 is equal to 6. So under multiplication these 2 whole numbers satisfies commutative property. എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഫുൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഡിവിഷനിലും the same thing is gonna happen. എന്താണെന്ന് വെച്ചാൽ it's not gonna satisfy. നമുക്ക് വെറുതെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് വലിയ നമ്പർ എടുക്കാം. സോ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. 10 divided by 2 നിങ്ങൾക്ക് എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. 2 divided by 10 എത്ര കിട്ടും? You don't get 5, you get 0.2. അപ്പോൾ here we can understand 5 is not equal to 0.2. അത് ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. So under division these 2 whole numbers don't satisfy commutative property. This much is all. This is what we studied under commutative property. ഇതാണ് commutative property. വേറെ ഫർദർ ആയിട്ട് നമുക്ക് commutative property ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്താ സമ്മപ്പ് ചെയ്യാം. വാട്ട് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? ഇപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ്സ് ഒരു ഓപ്പറേഷനിൽ കിടക്കുന്നതിനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ടന്റ് ഇസ് സെയിം എങ്കിൽ then that 2 integers അല്ലെങ്കിൽ that 2 whole numbers satisfies commutative property under that specific operation എന്നാണ് പറയാം.
ഇനി ഇതിൽ നമ്മൾ അമ്മ നേരത്തെ പറഞ്ഞപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടിയിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സിൽ ചെയ്യുമ്പോഴും ഹോൾ നമ്പേഴ്സിൽ ചെയ്യുമ്പോഴും അതിന് രണ്ട് റൂൾസ് ആയിരുന്നു അല്ലേ. ചിലതിൽ ഇൻറ്റീജേഴ്സിൽ വരുമ്പോൾ ചിലപ്പോൾ അത് സബ്ട്രാക്ഷന് ഇത് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ മറ്റേത് ചിലപ്പോൾ സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇത് പ്രിറ്റി സിമ്പിളാണ്. ഈ ഓർഡറിൽ തന്നെയാണ് ഇൻറ്റീജേഴ്സിലും പോകുന്നത്. ഇൻറ്റീജേഴ്സിലും സെയിം അഡിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഡിവിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ okay so let's move on to the second property of today's agenda, that is associative property. അപ്പോൾ associative property നമ്മൾ നേരത്തെ പഠിച്ചു. commutative property എന്തായിരുന്നു? we are interchanging the digits in the operation and if the resultant is same for that operation നമ്മൾ പറയും ആ രണ്ട് numbers are satisfying the commutative property for that operation. so ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് a പ്ലസ് ബ്രാക്കറ്റ് b പ്ലസ് c ഇസ് ഈക്വൽ ടു a പ്ലസ് b ഇൻ ബ്രാക്കറ്റ് പ്ലസ് c. ഓക്കെ, ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്താൽ നമ്മൾ ബ്രാക്കറ്റ് ആണ് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇഫ് വി ആർ ഇന്റർചേഞ്ചിങ് ദ ബ്രാക്കറ്റ് then does this operation satisfies associative property under whole number or integer എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് എന്താ പറയുക കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഞാൻ അത് ഹോൾ നമ്പർ വെച്ചാണ് സോൾവ് ചെയ്തെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ ഞാനത് ഇൻഡിജേഴ്സ് വെച്ച് സോൾവ് ചെയ്യാം. സോ ഇറ്റ്സ് മച്ച് ബെറ്റർ എന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ വെച്ചു. സോ അഡീഷനിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഭാഗമാണ് അഡീഷൻ. ഓക്കെ, ഐ ഗെസ് യു കൻ അണ്ടർസ്റ്റാൻഡ്. -2 + 3 + -4 ഇൻ ബ്രാക്കറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ what we get? -2 + -4, 3 + -4 is -1. അപ്പോൾ -2 + -1 we get -3. ഇത് തന്നെയാണോ നെക്സ്റ്റ് അടുത്ത ഇതിൽ ചെയ്യുമ്പോൾ കിട്ടണേന്ന് നോക്കാം. നമ്മൾ ഈ ബ്രാക്കറ്റ് ഇന്റർചേഞ്ച് ചെയ്യണേ. നേരത്തെ 2 പുറത്തായിരുന്നു, 3ഉം 4ഉം ബ്രാക്കറ്റിനുള്ളിലായിരുന്നു. നമ്മൾ ബ്രാക്കറ്റ് ഇന്റർചേഞ്ച് ചെയ്യണം. എങ്ങോട്ടാ ബ്രാക്കറ്റ് മാറ്റുന്നത്? 2ഉം 3 ഈ ബ്രാക്കറ്റിന്റെ അകത്ത് 4 പുറത്ത് വെക്കാൻ പോകണം. ഐ മീൻ -3 -4 പുറത്താകാൻ പോവാണ്. -2 + 3 ബ്രാക്കറ്റ് ഓഫ് +-4 ആണെങ്കിൽ വാട്ട് ഇസ് ദ ആൻസർ? അപ്പോൾ എന്ത് പറ്റും? ഈ രണ്ടെണ്ണം സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1 because 2 is a smaller digit. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് നമ്പർ ആവുന്നു. +-4 അപ്പോൾ എന്ത് പറ്റും? 4 is a bigger number, so -3. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ അഡീഷനിൽ ഇൻ ഇൻറ്റിജേഴ്സ് അഡീഷനിൽ നമ്മൾ ബ്രാക്കറ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ എന്ന് വെച്ചാൽ ആദ്യം 4ഉം 3ഉം -4 ആയിരുന്നു, പിന്നെ -2 3ഉം ആക്കി അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സെയിം ആൻസർ. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? That means എന്ന് പറഞ്ഞാൽ addition under the operation addition for these three integers associative property is satisfied. Pretty clear ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബ്രാക്കറ്റിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ടന്റ് ആണ് കിട്ടണമെങ്കിൽ then that means associative property is satisfied for this operation. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് addition operation ആണ്. അപ്പോൾ ഈ 3 integer under addition operation it satisfies associative property. Pretty clear. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് സബ്ട്രാക്ഷൻ ആണ്. ഈ സംഭവം അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിക്കും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്ക് ഹോൾ നമ്പറിൽ വരുന്ന അതേ എന്താ പറയുക ഓപ്പറേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള ആ റൂള് അത് തന്നെയായിരിക്കും ഇൻറ്റീജേഴ്സും ഫോളോ ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലും സെയിം ടു സെയിം ആണ്. അതിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിലും സെയിം ടു സെയിം ആണ്. Addition is satisfied. Addition satisfies both associative and commutative property in both whole and integer numbers. അതേപോലെയാണ് ബാക്കിയുള്ളത്. സോ ഈ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇനി അടുത്ത നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. സോ 5 is outside the bracket here. പിന്നെ 7ഉം 3ഉം ആണ് അകത്ത്. സോ 5 minus in bracket 7 minus 3 ആണെങ്കിൽ 5 minus we get 4. Okay, ഈ മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പോസിറ്റീവ് integer ആയിരിക്കും we get here because 3 is a smaller number. So 5 minus 4 is 1. Pretty clear. ഇനി അടുത്തത് ഇനി നമ്മൾ ബ്രാക്കറ്റ് മാറ്റുവാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ 5നെയും 7നെയും ബ്രാക്കറ്റിനുള്ളിലാക്കിയിട്ട് -3നെ പുറത്താക്കുവാണെങ്കിൽ വാട്ട്സ് ആൻസർ വി ഗോണ ഗെറ്റ്? അപ്പോൾ 5 minus 7 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് -2 because 7 is a bigger number.
അപ്പോൾ -2 -3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് -5. അപ്പോൾ -1 is not equal to -5. അപ്പോൾ സബ്ട്രാക്ഷനിൽ അണ്ടർ ഇൻറ്റിജർ ഓൾസോ അണ്ടർ ഹോൾ നമ്പേഴ്സ് എന്ത് പറ്റും, ഈ ബ്രാക്കറ്റ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ the resultants are not same, it is different. അപ്പോൾ എന്ത് പറ്റി, under subtraction these three integers don't satisfy associative property. അപ്പോൾ മനസ്സിലായില്ലേ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ആ ജനറലൈസ്ഡ് കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി. എന്താണ് ആ ബ്രാക്കറ്റ്, നേരത്തെ നമ്മൾ ഡിജിറ്റ്സിനെയാണ് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനെയാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് സെയിം ആണെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ ദ സ്പെസിഫിക് ഓപ്പറേഷൻ ഫോർ ഹോൾ നമ്പേഴ്സ് ഓർ ഇൻഡിജേഴ്സ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ആ ജനറലൈസ്ഡ് ഫോം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അത് സോൾവ് ചെയ്ത് തന്നെ ബാക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഫോർ ക്ലാരിറ്റി സേക്ക് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. -2 മൾട്ടിപ്ലൈഡ് ബൈ 3 മൾട്ടിപ്ലൈഡ് ബൈ -4. ഇവിടെ -2 ആണ് നമ്മുടെ ബ്രാക്കറ്റിന്റെ പുറത്ത്. അപ്പോൾ വി ഗെറ്റ് an answer of +24 എന്ന് വെച്ചാൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളില്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റ് ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ -4 പുറത്താക്കുകയാണ്. -2നെയും -3നെയും ബ്രാക്കറ്റിലിട്ടിട്ട് -4 പുറത്താക്കുമ്പോൾ എന്ത് പറ്റും, വി ഗെറ്റ് സെയിം ആൻസർ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ രണ്ടെണ്ണം സെയിം ആണ്. എങ്ങനെ പോയാലും ഡിഫറെൻറ്റ് നമ്പേഴ്സ് വന്നാലും സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ that means under multiplication for integers associative properties satisfied. Likewise division അത് satisfy ചെയ്യുന്നില്ല. So I think pretty clear ആണ്, നിങ്ങൾക്ക് crystal clear ആയിരിക്കണം associative property and commutative property, because ഇത് ഈസി ആണ്. ക്ലോഷർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഈ രണ്ട് പ്രോപ്പർട്ടിയിലെ ഇൻഡിജേഴ്സിനും ഹോൾ നമ്പേഴ്സിനും സെയിം ടു സെയിം ആണ് അപ്ലൈഡ് ആവുന്നത്. അഡീഷൻ രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഡിവിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് എന്തിൽ സംഭവിക്കുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ സംഭവിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ബൈഹട്ട് ചെയ്ത് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിക്കാവും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിൻ്റെ ജനറലൈസ്ഡ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് പ്ലസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. പ്ലസ് മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള ഫോംസും ലൈക്ക് ഓപ്പറേഷൻസും ആയിട്ട് ഇടാം. സോ ഈ ജനറലൈസ്ഡ് ഫോം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ രണ്ട് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ we are moving on to the last property for today's video. That is my third agenda, distributive property, and this is the most simplest property in the whole property list for rational numbers. It's pretty much clear. This is a generalized form for addition operation and subtraction operation. So under multiplication in distributive property. So let's say a bracket of b plus c. How we get that? That's a into b, that is ab plus a into c, that's ac. This is a of b plus c can be written as this. Okay, then comes negative operation. This also applies the same, where we put here we have plus sign. Instead of plus sign we put negative sign, then it carries down to the same. This is distributive property for multiplication over subtraction and addition. That's all for distributive property. So this is the generalized form. Just understand this generalized form and memorize this. Then you can solve all the property, all the questions that is coming under distributive property. I think this is pretty much clear. So that's all about today's video. അപ്പോൾ ഐ നോ കുറേയൊക്കെ ലിമിറ്റേഷൻസും ക്രിറ്റിസിസംസും അല്ലെങ്കിൽ ക്രിറ്റിക്സും ഒക്കെ ഉണ്ടാവും ഈ വീഡിയോ, ബിക്കോസ് ആദ്യമായിട്ട് ചെയ്യുന്നതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അത് ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന പോലെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. സോ എല്ലാം ക്ഷമിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ please do comment, and any appreciations or please do comment. Okay, bye for today.